ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ഹോണ്ടയുടെ NX500ൻ്റെ ഓൺ റോഡ് പ്രൈസ് പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,70,000 രൂപയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നാണ്. എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൻ്റെ പുതിയ കളർ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് മിലിറ്ററി സിൽവർ ബ്ലാക്കും മിലിറ്ററി സിൽവർ റെഡും ആണ്. വേറെ വലിയ മാറ്റങ്ങളൊന്നും ബുള്ളറ്റിന് വന്നിട്ടില്ല, ഈ ഒരു കളേഴ്സ് മാത്രമാണ്. പിന്നെ പ്രൈസും കുറച്ച് കൂടിയിട്ടുണ്ട്. ഏകദേശം 5,000 രൂപയാണ് ബുള്ളറ്റിൻ്റെ പ്രൈസ് കൂടിയിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് നമ്മളെ ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ ഒരുപാട് മോട്ടോർ സൈക്കിളിൻ്റെ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അതായത് ബജാജിൻ്റെ NS160, N160, പൾസർ 250, N എന്ന് പറഞ്ഞിട്ടുള്ള 3 ബൈക്കിൻ്റെ അപ്ഡേഷനാണ്. അതിൽ N160ക്ക് വരാൻ പോകുന്നത് UST ഫോർക്കാണ്. പിന്നെ TFT മീറ്റർ കൺസോളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ NS160ക്കും TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പിന്നെ ബജാജിൻ്റെ 250cc മോഡലായിട്ടുള്ള പൾസർ 250 Nന് ഒരു UST ഫോർക്ക് വരുന്നുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റഡ് മോഡലിനും ബജാജ് ആദ്യമായിട്ടൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 10x10 നാവിഗേഷനൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് ഹീറോ മോട്ടോകോപ്പിൻ്റെ ആണ്. ഹീറോൻ്റെ 4 ഇലക്ട്രിക് ബൈക്ക് 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള സീറോ ആയിട്ടാണ് ഇപ്പോൾ ഹീറോ ടൈപ്പ് ആയിട്ടുള്ളത്. അവരുടെ കൊളാബിലാണ് ഇനി ഇലക്ട്രിക് ബൈക്സ് 4 ഇലക്ട്രിക് ബൈക്സ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റും വിവരമൊന്നും ഇതുവരെ പുറത്തു വന്നില്ല. 2025 ഈ ഒരു 4 മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹീറോൻ്റെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത XT 125Rൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹി ഓൺ റോഡ് പ്രൈസ് 1,15,000 രൂപയാണ്. ഹീറോൻ്റെ മാവറിക് 440ൻ്റെ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ അവർ അറിയിക്കുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റും ഹീറോൻ്റെ തന്നെയാണ്. ഹീറോൻ്റെ ഒരു അഡ്വഞ്ചർ സ്കൂട്ടർ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഹീറോൻ്റെ സൂമിൻ്റെ ഒരു 160 മോഡലായിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്കൂട്ടറാണ്, ഒരു മാക്സി സ്കൂട്ടറാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷനൊക്കെ വന്നതാണ്. ഒരുപക്ഷെ അടുത്ത മാസം തന്നെ ലോഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊരു 156cc ലിക്വിഡ് കൂൾ എഞ്ചിനുള്ളൊരു മാക്സി സ്കൂട്ടറാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാക്സി സ്കൂട്ടർ ആയിരിക്കും ഹീറോൻ്റെ സൂം 160. അടുത്തത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബജാജിൻ്റെ NS400ൻ്റെ അപ്ഡേറ്റ് ആണ്. ബജാജിൻ്റെ വരാനിരിക്കുന്ന NS400ൻ്റെ ലോഞ്ച് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ബൈക്ക് NS400 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ചിലാണ്. ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ബജാജിൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ലെങ്കിലും പല മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റിലേക്ക് ഈ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു NS400 വരുമ്പോൾ മെയിനായിട്ട് ഡിസൈൻ്റെ ഭാഗത്തു നിന്നാണ് ചേഞ്ചസ് വരാൻ പോകുന്നത്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ്ലി ചേഞ്ചസ് വരും. ഒരു സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഒരു ഡിസൈൻ ആകാനാണ് കൂടുതലായിട്ടും സാധ്യത. പിന്നെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ KTMൻ്റെ ഡ്യൂക്ക് 390 ഉപയോഗിച്ചുള്ള അതേ ഒരു എഞ്ചിനായിരിക്കും. അതായത് 399cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു TOC എഞ്ചിനായിരിക്കും. ഏകദേശം 45 bhp പവറും 39 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. പിന്നെ ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABSും സ്ലിപ്പർ ക്ലച്ചൊക്കെ ഉണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ ഒരു UST ഫോർക്ക് ആകാനുള്ള കുറച്ച് സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ പ്രൈസ് കട്ടിൻ്റെ ഭാഗമായിട്ട് അവർ UST ഫോർക്ക് കൊടുക്കാതിരിക്കാനും ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇത് ഡൊമിനറിനെക്കാട്ടും കുറച്ചും കൂടി വില കുറഞ്ഞിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് UST ഫോർക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആയിരിക്കും. ഒരു TFT മീറ്റർ കൺസോൾ ആകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ബജാജിൻ്റെ NS400ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ബൈക്കിന് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ദിവസം തന്നെ ഈ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്.